സഹകരണ വകുപ്പിൽ 700 കോടി രൂപയുടെ സോഫ്റ്റ്വെയർ അഴിമതി നടക്കുന്നുവെന്ന ആരോപണം ആവർത്തിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തട്ടിപ്പ് നടന്നത് രണ്ടാം ഘട്ടത്തിൽ. ദിനേശ് ബി.ഡി സഹകരണ സംഘത്തിന് ടെൻഡർ നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ദിനേശ് ബി.ഡി സഹകരണ സംഘത്തെയാണ് കേരള സർക്കാർ രണ്ടാം ബിൽഡിംഗിൽ അവസാനം പ്രോജക്ട് ചുമതല മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അവരെ ഒഴിവാക്കിയിട്ടാണ് ദിനേശ് ബി.ഡി സഹകരണ സംഘത്തിന് ഇത് നൽകിയത്. തികച്ചും അവ്യക്തമായ സർക്കാർ വിളിച്ച ടെൻഡറിൽ അതുപോലെ തന്നെ വ്യക്തതയില്ലാത്ത ടെൻഡറാണ് ദിനേശ് ബി.ഡി സഹകരണ സംഘം സമർപ്പിച്ചത്. അപ്പൊ നമ്മൾ കണക്ക് വെച്ച് നോക്കിയാൽ ദിനേശ് ബി.ഡി സഹകരണ സംഘത്തിന് സമർപ്പിച്ചിരിക്കുന്ന ബിഡ് അനുസരിച്ച് ഒരു ശാഖയിൽ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിന് ചെലവ് 17.8 ലക്ഷം രൂപയാണ്. അതേസമയം മിഡ്കോ 4415 ശാഖകൾ സ്ഥാപിക്കാൻ നൽകിയ ബിഡ് വെച്ച് നോക്കുമ്പോൾ 5.2 ലക്ഷം രൂപ മാത്രം. എന്ത് ഡിഫറൻസ് ആണ്? സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളെ 700 കോടി രൂപയിലധികം നഷ്ടം വരുന്ന തരത്തിലാണ് ഈ പദ്ധതി ഇപ്പോൾ നടപ്പാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.